ഓൾ ഇന്ത്യ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കേരളവും. തീരുമാനം ഏതാനും ദിവസങ്ങൾക്കാവും. കേരളത്തിൽ നിന്നും കോളേജ് വിദ്യാർത്ഥിയായ മൈക്കിളിനെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പത്രത്തിൽ. ഞാൻ വായിച്ചു. നിനക്കെന്ത് തോന്നുന്നു? അത് തേങ്ങാ കൊല. എടാ, ഇനി അവനെ തേടി പിടിക്കാൻ എല്ലാവർക്കും ഉത്സാഹം കൂടും. നമുക്കത് തടയണം. ശരി ബാബ. പക്ഷേ അവൻ അങ്ങനെയൊന്നും പുറത്തു വരില്ല. അവന്മാരെ വിശ്വസിക്കാം, ചതിക്കില്ല. നിങ്ങൾക്കൊന്നും കണ്ണിച്ചോരയില്ലാണ്ടായല്ലോ. ഇല്ല, നിന്റെ കൈവശം ഉണ്ടോ കുറച്ച് ചോര തരാൻ? ദേ എന്റെ സ്വഭാവം മാറ്റിയുണ്ടല്ലോ. കെട്ടിയോളൊന്നും ഞാൻ നോക്കില്ല. ഡാ, ആ ഹരിചന്ദ്രനെ വിളിക്കടാ. അതാരാ ബാബ? നിന്റെ ഉമ്മാടെ 2ാം കെട്ടുകാരൻ. വിളിക്കടാ SI. ഹലോ. ഓ എന്റെ ഗ്രാൻഡ്മ, അങ്കിളെ, നിങ്ങൾ രണ്ടാളും എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? പറഞ്ഞു കൊടുക്കടി സോണിയ. അയ്യടാ, നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എന്നാ കേട്ടോ, ഡാൻസിന്റെ കാര്യത്തിൽ ഐ ഹാവ് നോ ലിമിറ്റ്സ്. ഡാൻസിൽ അഖില ലോക പ്രശസ്തനാവണം എനിക്ക്. ദേ, ഫേസ് ഓഫ് ഡാൻസ് സീസൺ 5 വരാൻ പോവാ. ഇന്ത്യയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 4 പേർ 4 സ്റ്റേറ്റ്സിൽ നിന്ന്. അതിൽ 4ലൊന്ന് ഞാൻ ആയാലേ, അതിൽ വിൻ ചെയ്താലേ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ ആയിരിക്കും കോമ്പറ്റീഷൻ. അതിൽ ഞാൻ ജയിക്കും. അല്ലടി? നീ അതിലൊക്കെ വിജയിക്കും മോനെ. നീ ഞങ്ങളുടെ മൈക്കിൾ ജാക്സൺ അല്ലേ? നീ അമേരിക്കയിലേക്ക് പോകുമ്പോഴേ ഇവളെ കൂടി കൂട്ടിക്കോ. ഇവിടെ മമ്മിയും ഡാഡി ഏൽപ്പിക്കേ. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റാൻഡേർഡ് വിട്ടു പോലെ ഗ്രാൻഡ്മ. ഡാ മൈക്കിളെ, നീ പറഞ്ഞതൊക്കെ നീ നേടും, നേടിയിരിക്കും. ഞാനാ പറയുന്നത്. യാ, യു ആർ കറക്റ്റ്. എന്റെ സ്റ്റെപ്പുകൾക്ക് ചടുലത ഉണ്ടാവുന്നത് നിന്റെ ഈ പവർഫുൾ വാക്കുകളാ. പിന്നെ ഓ മതി മതി എന്നെ പുകഴ്ത്തിയത്. ഇതിൽ നീ വിജയിക്കും. യു ആർ ദ വിന്നർ. യു മസ്റ്റ്. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നത്? മിണ്ടാ പൂച്ചേ, നീയെല്ലാം കേട്ടു അല്ലേ? വാടി. കേട്ടാൽ എന്താ, നല്ല കാര്യല്ലേ കേട്ടത്. അതൊരു തെറ്റാണ് മൈക്കിൾ. അല്ലാ, എന്റെ പടച്ചോനെ, ഒരു തെറ്റുമില്ല.